ദിവസങ്ങളോളം സഞ്ചരിച്ച ശേഷം അദ്ദേഹം ഒരു പുരോഹിതനെ കണ്ടുമുട്ടി. പുരോഹിതൻ ഉദാരമതിയും മര്യാദയുള്ളവനുമാണെന്ന് തോന്നി. അദ്ദേഹത്തെ തൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു. ഒരു മുറി അദ്ദേഹത്തിന് മാറ്റിവെച്ചു. ഹസ്രത്ത് ബയാസിത്ത് ബസ്താമി തനിക്കായി നീക്കിവെച്ച ഈ മുറിയിൽ ആരാധന ആരംഭിച്ചു. എല്ലാത്തിൽ നിന്നും തൻ്റെ ഹൃദയം മാറ്റി സർവശക്തനായ റബ്ബിലേക്ക് തിരിച്ചു. പുരോഹിതൻ രാവിലെയും വൈകുന്നേരം അദ്ദേഹത്തിൻ്റെ ഭക്ഷണപാനീയങ്ങൾ കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വച്ചിട്ട് പോകുമായിരുന്നു. ഇതൊരു മാസത്തോളം തുടർന്നു. ബയാസിദ് തൻ്റെ മനസാക്ഷിയിലേക്ക് തിരിഞ്ഞു പറഞ്ഞു, "ഓ എൻ്റെ ആത്മാവേ, എനിക്ക് നിന്നെ തകർക്കണം, പക്ഷേ നിൻ്റെ സ്വന്തം ദുഷ്ട സ്വഭാവം നിന്നെ തകർക്കാൻ കഴിയില്ല." ഒരു ദിവസം പുരോഹിതൻ സുൽത്താൻ ബയാസിദിനോട് പറഞ്ഞു, "നീ എത്ര അത്ഭുതകരമായ മനുഷ്യനാണ്. നീ ഒരു ക്രിസ്ത്യാനിയായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു." അവൻ പറഞ്ഞു. ഈ വാക്കുകൾ ബയാസിദിനെ വല്ലാതെ വ്രണപ്പെടുത്തി. അയാൾ വീട് വിട്ടുപോകാൻ ആഗ്രഹിച്ചു. പക്ഷേ പുരോഹിതൻ അവനെ വിളിച്ചു പറഞ്ഞു, 40 ദിവസം എൻ്റെ വീട്ടിൽ ചിലവഴിക്കും, പിന്നെ പോകും. കാരണം ഞങ്ങൾക്ക് വലിയൊരു ഉത്സവമുണ്ട്. നിങ്ങളും അത് കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വർഷത്തിലൊരിക്കൽ ഞങ്ങളെ അഭിസംബോധന ചെയ്യുന്ന ഒരു ആദരണീയ പ്രസംഗകനും ഞങ്ങൾക്കുണ്ട്. നിങ്ങളും അദ്ദേഹത്തെ ശ്രദ്ധിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ഓഫർ സ്വീകരിക്കുന്നത് ഗുണം ചെയ്യുമെന്ന് ബയാസിദ് ബസ്താമിയുടെ മനസ്സിൽ തോന്നി. 40 ദിവസം പൂർത്തിയാക്കാൻ താൻ തയ്യാറാണെന്ന് അദ്ദേഹം പറഞ്ഞു. 40 ദിവസം കഴിഞ്ഞപ്പോൾ പുരോഹിതൻ അകത്തു വന്നു പറഞ്ഞു, "നമ്മുടെ അവധിക്കാലം വന്നെത്തി, നമുക്ക് പോകാം." അവൻ പറഞ്ഞു. ബയാസിദ് എഴുന്നേറ്റ് നിന്നു. പക്ഷേ പുരോഹിതൻ അവനോട് പറഞ്ഞു, 1000 പുരോഹിതന്മാരുടെ ഒരു സംഘത്തിൽ ഈ വേഷത്തിലും ഭാവത്തിലും നിങ്ങൾക്ക് എങ്ങനെ പ്രവേശിക്കാൻ കഴിയും? എനിക്ക് വളരെ ആശങ്കയുണ്ട്. അതിനാൽ നിങ്ങളുടെ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റുക, ഈ മേലങ്കി ധരിക്കുക, ഈ അരക്കെട്ട് നിങ്ങളുടെ അരയിൽ കെട്ടുക, സുവിശേഷം നിങ്ങളുടെ കഴുത്തിൽ തൂക്കുക, അദ്ദേഹം പറഞ്ഞു. ആ വാഗ്ദാനം അദ്ദേഹത്തെ വളരെയധികം ഭാരപ്പെടുത്തി. എന്നിരുന്നാലും ഇതിൽ ജ്ഞാനവും നിഗൂഢതയും ഉണ്ട്. ഇസ്ലാമിൻ്റെ ബഹുമാനവും മഹത്വവും ഇവിടെ മറഞ്ഞിരിക്കുന്നു. അദ്ദേഹം പറയുന്നത് പോലെ ഞാൻ ചെയ്യും എന്ന് അദ്ദേഹം കരുതി. അദ്ദേഹം ഉടൻ തന്നെ തൻ്റെ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റി പുരോഹിതൻ നൽകിയ വസ്ത്രം ധരിച്ച് അരയിൽ കച്ചകെട്ടി ബൈബിൾ കഴുത്തിൽ തൂക്കി പുരോഹിതനോടൊപ്പം 1000ഓളം പുരോഹിതന്മാരോടൊപ്പം ചേർന്നു. ആരും അദ്ദേഹത്തെ വിചിത്രമായി കണ്ടില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ ആൾക്കൂട്ടം പെട്ടെന്ന് എഴുന്നേറ്റ് ഏറ്റവും മുതിർന്നതും ബഹുമാന്യനുമായ പുരോഹിതൻ വന്ന് അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിരുന്നു. എല്ലാവരും അദ്ദേഹം സംസാരിക്കാൻ കാത്തിരുന്നു. പക്ഷേ അദ്ദേഹം നിശബ്ദനായി. പുരോഹിതന്മാർക്ക് ഇതിൻ്റെ അർത്ഥം മനസ്സിലായില്ല. അവർ ചോദിച്ചു, "ഓ നമ്മുടെ മൂപ്പ, നീ എന്താ സംസാരിക്കാത്തത്?" "നിങ്ങളിൽ മുഹമ്മദിൻ്റെ ഒരു അനുയായി ഉള്ളപ്പോൾ ഞാൻ എങ്ങനെ അവനോട് സംസാരിക്കും?" അയാൾ മറുപടി പറഞ്ഞു. ജനങ്ങളും പുരോഹിതന്മാരും ഇളകി മറഞ്ഞു. "ഇത് ഞങ്ങൾക്ക് കാണിച്ചു തരൂ, നമുക്ക് അവനെ കീറിമുറിക്കാൻ കഴിയും." അവർ അലറി. മഠാധിപതി അവരോട് പറഞ്ഞു, "ഇല്ല, ഞാൻ നിന്നോട് പറയില്ലെന്ന് സത്യം ചെയ്യുന്നു. എന്നിരുന്നാലും ഒരു വ്യവസ്ഥയെ ഞാൻ അവനെ നിനക്ക് പരിചയപ്പെടുത്താം. അവനെ തൊടില്ലെന്ന് വാഗ്ദാനം ചെയ്യുക." അപ്പോൾ പുരോഹിതന്മാരും ജനങ്ങളും മുഹമ്മദിൻ്റെ അനുയായിയായ ആ മനുഷ്യനെ ഉപദ്രവിക്കില്ലെന്ന് സത്യം ചെയ്തു. പ്രധാന പുരോഹിതൻ തലയുയർത്തി പറഞ്ഞു, "അള്ളാഹുവിനു വേണ്ടി മുഹമ്മദിൻ്റെ അനുയായി എഴുന്നേറ്റു നിന്ന് സ്വയം കാണിക്കൂ." ഹസ്രത്ത് ബയാസിദ് ബസ്താമി എഴുന്നേറ്റു. പ്രധാന പുരോഹിതൻ പറഞ്ഞു, "ഈ മനുഷ്യനെ ശ്രദ്ധയോടെ നോക്കൂ." അയാൾ പറഞ്ഞു. പിന്നെ അവൻ ബയാസിദിലേക്ക് തിരിഞ്ഞു. "എന്താണ് നിൻ്റെ പേര്?" "ബയാസിദ്." "നിങ്ങൾക്ക് എന്തെങ്കിലും വിദ്യാഭ്യാസമുണ്ടോ?" "എൻ്റെ കർത്താവ് എനിക്ക് പഠിപ്പിച്ചു തന്നതുപോലെ." "എങ്കിൽ എനിക്ക് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം തരൂ. പറയൂ, അവ ഏതൊക്കെയാണ്?" "രണ്ടാമത്തേത് ഇല്ലാത്ത 1, മൂന്നാമത്തേത് ഇല്ലാത്ത 2, നാലാമത്തേത് ഇല്ലാത്ത 3, അഞ്ചാമത്തേത് ഇല്ലാത്ത 4, ആറാമത്തേത് ഇല്ലാത്ത 5, ഏഴാമത്തേത് ഇല്ലാത്ത 6, എട്ടാമത്തേത് ഇല്ലാത്ത 7, ഒമ്പതാമത്തേത് ഇല്ലാത്ത 8, പത്താമത്തേത് ഇല്ലാത്ത 9, 11ആമത്തേത് ഇല്ലാത്ത 10, 12ആമത്തേത് ഇല്ലാത്ത 11, 13ആമത്തേത് ഇല്ലാത്ത 12." ബയാസിദ്, അദ്ദേഹത്തിനെ ദൈവം അനുഗ്രഹിക്കട്ടെ, ആത്മാവിനെ വിശുദ്ധീകരിക്കട്ടെ. മുഖ്യ പുരോഹിതൻ, "രണ്ടാമതൊന്നുമില്ല. സർവശക്തനായ ദൈവത്തിന് തുല്യനോ പങ്കാളിയോ പ്രതിരൂപമോ സാദൃശ്യമോ ഇല്ല. മൂന്നാമതൊന്നുമില്ലാത്ത 2 കാര്യങ്ങളുണ്ട്, രാത്രിയും പകലും. നാലാമത്തേത് കൂടാതെ 3 വിവാഹമോചനങ്ങൾ 3 തലാഖ് അല്ലെങ്കിൽ 3 വിവാഹമോചനങ്ങളായി മാറുന്നു. തോറ, സങ്കീർത്തനങ്ങൾ, സുവിശേഷം, ഖുർആൻ എന്നിവയാണ് 4 ദൈവിക ഗ്രന്ഥങ്ങൾ. അവയിൽ 5ആമത്തേതില്ല. 6ാം നമസ്കാരത്തിൽ നിന്ന് വിട്ടുപോയ 5 നമസ്കാരങ്ങൾ 5 നേരത്തെ നമസ്കാരങ്ങളാണ്. 7ആമത്തേതല്ല.
6 ദിവസങ്ങൾ എന്നത് ആകാശവും ഭൂമിയും സൃഷ്ടിക്കപ്പെട്ട 6 ദിവസങ്ങളാണ്. 7 ആകാശങ്ങളുണ്ട്, 8-ാമത്തേതില്ല. 9-ാമത്തേത് ഒഴികെയുള്ള 8 മാലാഖമാർ ന്യായവിധി ദിനത്തിൽ സിംഹാസനം വഹിക്കുന്ന 8 മാലാഖമാരാണ്. 10-ാമത്തേത് കൂടാതെ 9-ാമത്തേത് ഒരു സ്ത്രീയുടെ 9 മാസത്തെ ഗർഭകാലമാണ്. 11-ാമത്തേത് ഇല്ലാത്ത 10-ാമത്തെ സംഭവം മൂസാ നബി അലൈഹിസ്സലാം 10 വർഷം ശുഐബ് അലൈഹിസ്സലാമിന് വേണ്ടി ആട്ടിടയനായി സേവനമനുഷ്ഠിച്ചപ്പോഴാണ്. 12-ാമത്തേത് ഒഴികെയുള്ള 11 പേർ യൂസുഫ് നബി, അദ്ദേഹത്തിന് സമാധാനം ഉണ്ടാകട്ടെ, യൂസുഫ് നബിയുടെ 11 സഹോദരന്മാരാണ്. 13-ാം മാസം ഇല്ലാത്ത 12 മാസം. പുരോഹിതൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാണ്. ശരി, വായുവിൽ നിന്ന് എന്താണ് സൃഷ്ടിക്കപ്പെട്ടത്? വായുവിൽ എന്താണ് സംരക്ഷിക്കപ്പെട്ടത്? വായു ആരെയാണ് നശിപ്പിച്ചത്? പറയൂ. അദ്ദേഹം മറുപടി പറഞ്ഞു, ഈസാ നബി അലൈഹിസ്സലാം വായുവിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത്. വായുവിൽ സംരക്ഷിക്കപ്പെട്ടു. സുലൈമാൻ നബി അലൈഹിസ്സലാം വായുവിൽ സംരക്ഷിക്കപ്പെട്ടു. ആദ്യ ജനത വായുവിൽ നശിപ്പിക്കപ്പെട്ടു. പുരോഹിതൻ അവനോട് പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാണ്. ആൾ പറഞ്ഞു, വീണ്ടും ചോദിച്ചു, ആരാണ് തീയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടത്? ആരാണ് തീയിൽ സംരക്ഷിക്കപ്പെട്ടത്? ആരാണ് തീയിൽ നശിച്ചത്? പിശാച് തീയിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത്. അബ്രഹാം, അദ്ദേഹത്തിന് സമാധാനം ഉണ്ടാകട്ടെ, തീയിൽ സംരക്ഷിക്കപ്പെട്ടു. അവിശ്വാസി തീയിൽ നശിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആവശ്യമായ ഉത്തരം നൽകി. പുരോഹിതൻ വീണ്ടും ചോദിച്ചു, ആരാണ് കല്ലിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടത്? ആരാണ് കല്ലിനുള്ളിൽ സംരക്ഷിക്കപ്പെട്ടത്? ആരാണ് കല്ലുകൊണ്ട് നശിച്ചത്? പുരോഹിതൻ മറുപടി നൽകിയപ്പോൾ പ്രവാചകൻ സ്വാലിഹ്, അദ്ദേഹത്തിന് സമാധാനം ഉണ്ടാകട്ടെ, അദ്ദേഹത്തിൻ്റെ ഒട്ടകം കല്ലിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത്. ഗുഹയിലെ സ്വാഭികളെ ഒരു കല്ലിനുള്ളിൽ സംരക്ഷിച്ചു. അബ്രഹത്തിൻ്റെ ആനകളെ കല്ലുകൾ കൊണ്ട് നശിപ്പിച്ചു. നീ പറഞ്ഞത് ശരിയാണ്, അയാൾ പറഞ്ഞു. പിന്നെ മറ്റൊരു ചോദ്യം ചോദിച്ചു, സ്വർഗത്തിൽ ഒരു വൃക്ഷമുണ്ട്. ഈ മരത്തിൻ്റെ ഒരു ശാഖ പോലും തൊടാത്ത ഒരു കൊട്ടാരമോ മാളികയോ പറുദീസയിലില്ല. ലോകത്ത് ഇതിന് എന്തെങ്കിലും ഉദാഹരണമുണ്ടോ? അതെ, രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ അങ്ങനെയല്ലേ? നീ പറഞ്ഞത് ശരിയാണ്. ഇനി ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയും. ഒരു മരമുണ്ട്, അതിന് 12 ശാഖകളുണ്ട്. ഓരോ ശാഖയിലും 30 ഇലകളുണ്ട്. ഓരോ ഇലയിലും 5 പൂക്കളുണ്ട്. അവയിൽ 2 എണ്ണം സൂര്യനെ അഭിമുഖീകരിക്കുന്നു, 3 എണ്ണം ഇരുട്ടിനെ അഭിമുഖീകരിക്കുന്നു. ഈ മരം എന്താണ്? മരം വർഷത്തെ പ്രതിനിധീകരിക്കുന്നു. അതിൻ്റെ 12 ശാഖകൾ 12 മാസങ്ങളെ പ്രതിനിധീകരിക്കുന്നു. ഓരോ ശാഖയിലെയും 30 ഇലകൾ 30 ദിവസങ്ങളെ പ്രതിനിധീകരിക്കുന്നു. ഓരോ ഇലയിലെയും 5 പൂക്കൾ 5 ദൈനംദിന പ്രാർത്ഥനകളെ പ്രതിനിധീകരിക്കുന്നു. നീ പറഞ്ഞത് ശരിയാണ്. തീർത്ഥാടനത്തിന് പോയി തവാഫ് ചെയ്ത് ആ പുണ്യസ്ഥലങ്ങളിൽ പോയ ഒരാളെക്കുറിച്ച് പറയും. പക്ഷേ അയാൾക്ക് ആത്മാവില്ല, തീർത്ഥാടനം നിർബന്ധവുമില്ല. നീ പറയുന്ന പേടകം നോഹയുടെ പേടകമാണ്. ചോദ്യങ്ങൾ അവസാനിപ്പിച്ചപ്പോൾ ബയാസ് ബസ്താമി പറഞ്ഞു, ഓ പുരോഹിത, അങ്ങ് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. ഞാൻ അവയ്ക്ക് ഉത്തരം നൽകാൻ ശ്രമിച്ചു. അങ്ങ് അനുവദിക്കുമെങ്കിൽ എനിക്കും കുറച്ച് ചോദ്യങ്ങളുണ്ട്. പക്ഷേ ഞാൻ ഒന്നിൽ മാത്രം ഒതുങ്ങി നിൽക്കാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായും നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം, ബയാസ് ബസ്താമി പറഞ്ഞു. സ്വർഗത്തിലേക്കുള്ള താക്കോൽ എന്താണ്? സ്വർഗത്തിൻ്റെ 8 കവാടങ്ങളിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? പുരോഹിതൻ മറുപടി പറയാൻ മടിച്ച് നിശബ്ദനായി. മറ്റു പുരോഹിതന്മാർ അസ്വസ്ഥരായി. നമ്മുടെ മഹാനായ നേതാവെ, താങ്കൾ തോൽക്കപ്പെടുകയാണോ? വേണ്ട, എനിക്ക് തോൽക്കാൻ മനസ്സില്ല. പിന്നെ നീ മറുപടി പറയാത്തതെന്താണ്? ഞാൻ ഉത്തരം പറഞ്ഞാൽ നിങ്ങൾ എൻ്റെ ഉത്തരത്തോട് യോജിക്കുമോ? അവയെല്ലാം ഒറ്റയടിക്ക്? ബൈബിളിനെ പ്രതി ഞങ്ങൾ നിങ്ങളെ അനുസരിക്കും, അവർ വാഗ്ദാനം ചെയ്തു. പുരോഹിതൻ, ശ്രദ്ധിക്കൂ, ഞാനിപ്പോൾ ഉത്തരം പറയാം. സ്വർഗത്തിൻ്റെ താക്കോലും അതിൻ്റെ കവാടങ്ങളിലെ ലിഖിതവും അള്ളാഹു അല്ലാതെ ഒരു ദൈവവുമില്ല. അവൻ്റെ ദൂതൻ മുഹമ്മദാണ്. ഈ ഉത്തരം കേട്ടപ്പോൾ എല്ലാ പുരോഹിതന്മാരും ഒരേ സ്വരത്തിൽ ഷഹാദ ചൊല്ലി മുസ്ലിങ്ങളായി. ബയാസ് ബസ്താമി കുറച്ചുകാലം അവരോടൊപ്പം താമസിച്ച് ഇസ്ലാമിനെക്കുറിച്ച് അവരെ പഠിപ്പിച്ചു. അങ്ങനെ രഹസ്യം വെളിപ്പെട്ടു.